സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിനെ സംബന്ധിച്ച് ആലോചന നടത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള പലരും പറഞ്ഞു അത് ആലപ്പുഴയിൽ വെച്ച് തന്നെ നടത്തണം. 90-ാം സമ്മേളനം ഇവിടെ വെച്ച് നടത്തിയതുപോലെ 100 ഇവിടെ വെച്ച് നടത്തണമെന്ന് ഇവിടുന്ന് നമ്മളോട് ബന്ധപ്പെട്ട പലരും നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ സംശയിക്കുന്നതല്ല, ഇത് ഈ 100-ാം സമ്മേളനത്തിൻ്റെ സന്ദേശവുമായി കൊണ്ടിട്ട് ഞാനിവിടെ എത്തിയപ്പോൾ ഇത്ര വലിയൊരു ജനാവലി ഇവിടെ സംബന്ധിച്ചപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഇനി ഇവിടെ വെച്ച് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് അവിടെ കാസർഗോഡ് വെച്ച് തന്നെ നടത്തിയാൽ മതി. കാരണം വലിയൊരു ജനാവലി മുമ്പ് സംബന്ധിച്ചതുപോലെ സംബന്ധിച്ച് ഒരു പ്രൗഢമായ സമ്മേളനമായിരുന്നു ഈ ആലപ്പുഴക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ഇന്നത്തെ ഈ സന്ദേശയാത്രയുടെ സ്വീകരണ സംഗമം തന്നെ മതി. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ഞങ്ങളിങ്ങനെ ഓരോ സ്വീകരണങ്ങളും കഴിഞ്ഞു വരുമ്പോൾ ഒന്നിന് മേലെയായി കൊണ്ടാണ്. ഞാൻ ഇന്ന് ആലപ്പുഴയിൽ നിന്നല്ലോ കോട്ടയത്ത് നിന്ന് ഒരു തോണിമാരിയുള്ളൊരു സാധനം കൊടുന്നു. തോണി തന്നെയാണ്, തോണി നിങ്ങൾക്കറിയാലോ. തോണി അതിൻ്റെ മുമ്പ് പന്തളത്ത് വെച്ച് കിട്ടിയത് ഒരു ആറന്മുള ഗ്ലാസ്, ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ കണ്ണാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സംഭവമാണെന്ന്. പിന്നെ ഇവിടുന്ന് കിട്ടിയത് വേറെ ഒന്നാണ്. എവിടുന്ന് അതിനേക്കാളും കുറച്ചുകൂടി വിശാലമുള്ള സാധനം കിട്ടിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്താ കിട്ടാൻ പോണെന്നുള്ളതാണ്. അപ്പം അവിടെ ഉള്ളതിനേക്കാളൊക്കെ ആളുകൾ ഇവിടെ കൂടി. ഈ നാളെ നടക്കുന്നത് എറണാകുളം അങ്ങനെ അങ്ങോട്ട് മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ 100-ാം വാർഷികം അതിൻ്റെ മുമ്പ് തന്നെ നടക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു, അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റിയ ഒന്നാണത്. അതിന് യാതൊരു സംശയമില്ല. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഉദ്ഘാടനത്തിൽ മന്ത്രി സജി ചെറിയാൻ അവർകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീമാൻ രമേശ് ചെന്നിത്തല അവരും പറഞ്ഞു, അതിന് ശേഷം പ്രസംഗിച്ച ഷുക്കൂർ സാഹിബും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ആർക്കും എത്ര പറഞ്ഞാലും തീരില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ മഹാനാവുന്ന ഇമാം വസൂരി തങ്ങൾ പറഞ്ഞു, അത് എന്തും പിന്നെ ഏത് നല്ല വിശേഷണങ്ങളും നബിയിലേക്ക് ചേർക്കപ്പെടാൻ പറ്റും. വിശേഷണം പറയുന്നവർ വിശേഷണം പറഞ്ഞ് അവർ കുറയാന്നല്ല, അവർ കുഴങ്ങുക, അവർ അശക്തരാവുക എന്നല്ലാതെ, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശേഷണങ്ങൾ അത് പറഞ്ഞു തീരാൻ സാധ്യമല്ല. അത്രമാത്രം വിശേഷണങ്ങളാണ്. അപ്പം ആ പ്രവാചകൻ ഇവിടെ കൊണ്ടുവന്ന വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സംഘടനയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ അത് പറഞ്ഞാൽ തീരില്ല. ആർക്കും എങ്ങനെയും പറയാം, ഏത് നന്മകളും ഇതിലേക്ക് ചേർത്തി പറയാം. ആ നിലക്കാണ്. കാരണം 100 വർഷത്തെ അതിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം അത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തത്? ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഏത് വിശ്വാസക്കാരാണെങ്കിലും വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും അവർ എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പരസ്പരം അവർ സ്നേഹവും സഹോദര്യവും സന്തോഷവുമൊക്കെ കൈമാറേണ്ടത് എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചത്.
അപ്പോൾ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ മദീനത്തുള്ള യഹൂദികളുമായിട്ട് പല കരാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ കരാറുകൾ അവിടെ പിന്നെ പാലിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത്രമാത്രം ശക്തമായിരുന്നു അവിടുത്തെ ഭരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിക സാമ്രാജ്യം അവിടെ വളർന്ന് പന്തലിച്ചു. അങ്ങനെ പന്തലിച്ചപ്പോൾ പിന്നെ നിങ്ങളെ കരാറുകളൊന്നും നമ്മൾ നടപ്പിൽ എന്ന് പറഞ്ഞാലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. മദീനത്ത് യഹൂദികളുമായി കൊണ്ട് ചെയ്ത ആ കരാറുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചു. മക്കത്ത് മുശ്രിക്കുകളുമായി ചെയ്ത ഒരുപാട് കരാറുകൾ, സന്ധികളൊക്കെ ഉണ്ട്. ആ സന്ധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു പന്തലിച്ചപ്പോൾ അത് നിറവേറ്റപ്പെടാതെയോ അത് പാലിക്കപ്പെടാതെ നിന്നിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ സന്ദേശം. ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തേക്ക് എത്രമാത്രം ശക്തിയുണ്ടെങ്കിലും ആ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ആളുകൾ ആ ഭരണകൂടത്തിൻ്റെ വിശ്വാസക്കാരായിക്കൊള്ളുന്നില്ല. അവർ വേറെ വിശ്വാസക്കാരായിരിക്കും. എന്നാൽ ആ വിശ്വാസക്കാരെ തകർത്ത് തരിപ്പണമാക്കുന്നതായ ഒരു സ്വഭാവം അത് പാടുള്ളതല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികൾ എന്നല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും, മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും, നമ്മൾ മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, മുസ്ലിങ്ങളല്ലാത്ത ആരുണ്ട്, ന്യൂനപക്ഷങ്ങളാവുന്ന ഏതെല്ലാം സമൂഹങ്ങളുണ്ടോ ആ സമൂഹങ്ങളുടെ ചില ആളുകളൊക്കെ എൻ്റെ സ്ഥാനാർത്ഥിയായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടാൽ എന്നോട് ചിലപ്പോൾ പ്രാർത്ഥിക്കാനും മറ്റും വന്ന് പറയും. അപ്പം ഞാൻ പറയലെന്താന്ന് ചോദിച്ചാൽ, നീ ജയിച്ചോ എന്ന് പറയില്ല, നീ ജയിക്കട്ടെ എന്നും പറയില്ല. കാരണം അപ്പം തന്നെയാണ് കാരണം അവൻ്റെ എതിരാളി വരുന്നത്. അപ്പം അവനോടും പറയാം നീ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് എൻ്റെ ഒരു ആത്മാർത്ഥതക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു സത്യത്തിനൊക്കെ എതിരായ ഒരു സംഗതി. എന്നോട് ആര് വന്നാലും പുറത്ത് പൊട്ടിയിട്ട് നീ ജയിക്കട്ടെ എന്ന് പറയാം. അവൻ്റെ എതിരാളി വരുമ്പോൾ അവനും ജയിക്കട്ടെ എന്ന് പറയാം. ആരെയും ഒരാളല്ലേ ജയിക്കുള്ളൂ. അപ്പം ഞാനങ്ങനെ പറയലില്ല. ഞാൻ പറയൽ എന്താന്ന് ചോദിച്ചാൽ, അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ശ്രീമാൻ രമേശ് ചെന്നിത്തല മത്സരിക്കണം നിൽക്കാം, മൂപ്പര് എതിരാളി രണ്ടാളും ഒപ്പാണ് എൻ്റെ അടുത്ത് വന്നെങ്കിലും നിൽക്കാം. എന്നാൽ രണ്ടാൾക്കും ദ്വാഴക്കാൻ പറ്റുന്നതായ ഒരു ദ്വാഴ രണ്ടാളും കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഇവിടുത്തെ മതേതരത്വം, ഇവിടുത്തെ മതസൗഹാർദ്ദം, ഈ രാജ്യത്തിൻ്റെ പൈതൃകം, ഇവിടുത്തെ പാരമ്പര്യം, ഇവിടെ മുസ്ലിങ്ങളടക്കമുള്ളതായ മതന്യൂനപക്ഷങ്ങൾക്കുള്ളതായ അവകാശങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളുടെയും അവകാശങ്ങൾ അത് സംരക്ഷിക്കണവൻ ആരാണോ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ ആരാണോ അവൻ ജയിക്കട്ടെ എന്ന് പറയും. രണ്ടാൾക്കും അത് കുഴപ്പമുണ്ടാവില്ല, കാരണം രണ്ടാൾക്കും അത് സന്തോഷമായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുക. അപ്പം ഇന്ന് ഈ വർഷം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഇങ്ങനെ പലതും മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നല്ലോ. അപ്പം ഇത് സ്ഥാനാർത്ഥി നിശ്ചയിക്കപ്പെട്ടപ്പോൾ എല്ലാ ദിവസവും വീട്ടിലിങ്ങനെ ഓരോരുത്തർ വരും, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തർ വരും. അപ്പം ഞാൻ പറയും, നീ ജയിക്കട്ടെ എന്ന് പറയില്ല, അല്ലെങ്കിൽ മറ്റവൻ വരുമ്പോൾ അവൻ ജയിക്കട്ടെ, എൻ്റെ എതിരാളി ജയിക്കട്ടെ എന്നും പറയില്ല. കാരണം ആരെങ്കിലും ഒരാളല്ലേ ജയിക്കുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ പറയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിശ്വസിക്കുന്നതായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ രാജ്യത്തെ ജനാധിപത്യം. ആ ജനാധിപത്യം ഇവിടെ സംരക്ഷിക്കപ്പെടണം. ആ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളൊക്കെ നമുക്കുള്ളതായ സമ്മതിദാന അവകാശം അത് രേഖപ്പെടുത്തുക എന്നുള്ളത്. അതിന് നമ്മളാരും പിന്നോട്ട് പോകാൻ പാടുള്ളതല്ല. അപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ഇവിടുത്തെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം, മതസൗഹാർദ്ദം ഇവിടെ സംരക്ഷിക്കപ്പെടണം, മനുഷ്യ സ്നേഹം ഇവിടെ സംരക്ഷിക്കപ്പെടണം.
മനുഷ്യരല്ലാത്ത ലോകത്തുള്ള സർവ്വ വസ്തുക്കളോടുള്ളതായ സ്നേഹവും അതിനൊക്കെ വേണ്ടതായ സംരക്ഷണമൊക്കെ നമ്മൾ ഒരു മരമാണെങ്കിൽ ആ മരത്തിൻ്റെ സംരക്ഷണം നൽകണമെന്നല്ലേ. അത് ഇസ്ലാമിൻ്റെ ഒരു തിയറിയാണ്. ഇവിടെ വെള്ളമുണ്ട് എന്ന് വെക്കുക, വെള്ളത്തിൽ എങ്ങനെ ഉപയോഗിക്കണം, അത് കടലിലാണെങ്കിലും മഴ വർഷിക്കുമ്പോഴാണെങ്കിലും ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇത്രമാത്രം വിശുദ്ധമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ജനിക്കപ്പെട്ടോളം മുതൽ അവൻ മരിക്കുന്നത് വരെയും മരണശേഷമുള്ളതായ കാര്യങ്ങളിലേക്കൊക്കെ വ്യക്തമാവുന്ന നിർദ്ദേശങ്ങൾ നൽകിയ ഒരു മതമാണ് വിശുദ്ധമായത്. പക്ഷേ ആ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമികമാവുന്നതായ ഈ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ വികലമാക്കിക്കൊണ്ടിട്ട് അതിനെ ചിത്രീകരിക്കപ്പെടുക, അല്ലെങ്കിൽ വികലമാക്കിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടായപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. മഹാന്മാരാവുന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതായ പണ്ഡിതന്മാരും പണ്ഡിത ശ്രേഷ്ഠർ, അള്ളാഹുവിൻ്റെ ഔലിയാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള ആ മഹത്തുക്കളൊക്കെ ഇതിനിവിടെ സ്ഥാപിച്ചത്. കാരണം സംഘടിതമായിട്ടാണ് ഇങ്ങനത്തെ ആശയങ്ങളെ പ്രതിരോധിക്കാനും അതിനെ എതിർക്കാനും സാധിക്കുള്ളൂ. മുമ്പ് അതിൻ്റെ ആവശ്യമില്ലെന്ന്. ഇമാം ഷാഫി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാം ഷാഫി മാത്രം മതിയായിരുന്നു. അബു ഹനീഫ ഇമാമിൻ്റെ അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അന്നൊരു സംഘടിതമായുള്ളതായ ഒരു പ്രവർത്തനത്തിന് അന്ന് ആവശ്യമില്ല. കാരണം അത്രമാത്രം മഹത്തുക്കളായിരുന്നു. ഒരു പണ്ഡിതൻ എന്നുള്ളത് ഒരു സമൂഹമായിരുന്നു അവർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞതുപോലെ. പിന്നീട് കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നന്മകളൊക്കെ ഉയരാൻ തുടങ്ങിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ലാ യസാലുന്നാസു ഫീ ഖൈർ മാ തഫാദലൂന. ജനങ്ങൾ പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് പിന്നെ വില കൽപ്പിക്കപ്പെടേണ്ടവനക്ക് വില കൽപ്പിച്ചുകൊണ്ടിട്ട് ബഹുമാനിക്കപ്പെടേണ്ടവനെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തോളം ഇവിടെ നന്മകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ ബഹുമാനിച്ചു. പ്രത്യേകിച്ച് ബദ്രി ബഹുമാനിച്ചു, രമേശ് ചെന്നിത്തല ബഹുമാനിച്ചു. അവർ നമ്മൾ അങ്ങോട്ടും ബഹുമാനിക്കും, ആദരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ വാപ്പനെ ബഹുമാനിക്കും, ഉസ്താദന്മാരെ ബഹുമാനിക്കും, വാപ്പൻ്റെ പ്രായക്കാരെ ബഹുമാനിക്കും, നമ്മളെ ഉസ്താദന്മാരുടെ പ്രായക്കാരെ ബഹുമാനിക്കും, പ്രായം കുറഞ്ഞവരെ നമ്മൾ സ്നേഹിക്കും. അപ്പം ഈ ബഹുമാന ആദരവ് ഉണ്ടാവുന്ന കാലത്തോളം ഇവിടെ ഈ ഏത് കാലഘട്ടം ആ കാലഘട്ടം ഉത്തമമായ കാലഘട്ടമാണെന്ന് പറയാമോ. നേരെ മറിച്ച് ഫൈൻ തസാവും എല്ലാവരും സമന്മാരാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ യഹ്ലിക്കൂൻ അതവരെ നാശത്തിൻ്റെ തുടക്കമായി. അതാണെന്ന് നമുക്ക് സംഭവിച്ചത്. എല്ലാവരും സമന്മാരാണ് അങ്ങനെയല്ലേ. ഞാൻ എപ്പോഴും പറയലുണ്ട്, മക്കൾ പറയും ബാപ്പാനോട് നിങ്ങൾ ആദ്യം ജനിച്ചോണ്ടല്ലേ, നേരെ മറിച്ച് ഞാൻ ആദ്യം ജനിച്ചിട്ടാണെങ്കിൽ നിങ്ങളെ ഞാൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണ് ഇപ്പം കുട്ടികൾ അങ്ങനെയാണ് പറയുന്നത്. ചില സന്താനമൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം നിങ്ങൾ ആദ്യം നിങ്ങളെ വാപ്പങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ, നിങ്ങളെ വാപ്പ എന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ ഞാനാണ് ഈ കാലം പിന്നെ നിങ്ങൾ ഉണ്ടാക്കുക. ഉസ്താദന്മാരോടും ഇപ്പം കുട്ടികൾ അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങൾ നമുക്ക് പോയി തരും, നിങ്ങളെ മുമ്പ് ഞാൻ ജനിച്ചിട്ടാണെങ്കിൽ ഞാൻ കിതാബ് ഓതി പഠിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നെ കിതാബ് ഓതി തരും. അധ്യാപകന്മാരോട് സ്കൂളിലും മദ്രസയിലൊക്കെ വന്ന് അങ്ങനെയാണ് പറയുന്നത്. ഉസ്താദെ നിങ്ങൾ എൻ്റെ മുമ്പ് ജനിച്ചു, അല്ലെങ്കിൽ ഉസ്താദെ നിങ്ങൾ എൻ്റെ മുമ്പ് ജനിച്ചു, ഞാനാണ് ആദ്യം ജനിച്ചതെന്ന് വെക്കാം, നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന. അപ്പം ഈ ബഹുമാനം അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജനനത്തിലുള്ള ഒരു തകരാറ്, ആരും മുന്തിയോ പിന്തിയോ എന്നുള്ളത്. അതിപ്പോൾ ആരാണോ മുന്തിയത് ആരാണോ പിന്തുന്നത്, അതുകൊണ്ട് അതൊരു പ്രത്യേക ഏതോ ഒരു സാഹിത്യകാരൻ മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. പാപ്പനോടും ഉമ്മാനോടും ഒന്നും നമുക്ക് ഒരു കടപ്പാടുമില്ല. അവർ സുഖിച്ചു അപ്പോൾ നമ്മളുണ്ടായി എന്നുള്ളൂ. അപ്പം അവർ സുഖിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് നമ്മൾ എന്നുള്ളത്. അപ്പം ഈ നിലക്ക് ബഹുമാനവും ആദരവൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു. പൂർവികരാവുന്ന നമ്മളെ ആളുകൾ ഇവിടെ ഹിന്ദു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു, ഇവിടെ ക്രൈസ്തവർ ഇവിടെ ജീവിച്ചിരുന്നു, ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നു. പക്ഷെ പരസ്പരം ബഹുമാനം ഉണ്ടായിരുന്നു അങ്ങോട്ടും. ആ ബഹുമാനം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അവരിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഉത്തമമാവുന്ന ഒരു കാലഘട്ടമായി കൊണ്ട് ആ കാലഘട്ടമൊക്കെ നിന്ന് പോകും. അപ്പം ഈ ആശയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിങ്ങളിലേക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു മെസ്സേജ്, ഒരു സന്ദേശം. പരസ്പര ബഹുമാനങ്ങൾ അത് കാത്തു സൂക്ഷിക്കണം.
ആ ബഹുമാനങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ നന്മക്ക് ആവശ്യമാണ്. ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ അത് നന്മകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകും. ആ നന്മകൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? തിന്മകൾ വന്നുകൂടും. തിന്മകൾ വന്നു കഴിഞ്ഞാൽ പരസ്പരം കലഹങ്ങളും പരസ്പരം പോരും പരസ്പരം അക്രമങ്ങളൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ ജീവിക്കാൻ ഇവിടെ യാതൊരു നിലക്കുള്ള സമാധാനവും ആർക്കും ഉണ്ടാവില്ല. പല രാജ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നത് പോലെ. അപ്പോൾ നമ്മളെ ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലേക്ക് ഒരു നല്ലതായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഈ നിലക്ക് ഇവിടെ കൊണ്ടുപോകാൻ സഹായിച്ചതിൽ ഏറ്റവും വലിയ പങ്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വഹിച്ചിട്ടുള്ളത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു ശക്തമാവുന്ന പ്രവർത്തനം അത് ഈ 100 വർഷങ്ങളിലായി കൊണ്ടിട്ട് എല്ലാ മേഖലയിലും ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെ മേഖലയിൽ ആദർശവും ആശയമൊക്കെ അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിച്ചു. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചു. ജനങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, കാരണം അത് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളാണത്. ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് വിശുദ്ധമാവുന്നതായ ഇസ്ലാം അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീ എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്തെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെല്ലാം ഭക്ഷണം നിനക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഏതെല്ലാം ഭക്ഷണങ്ങൾ നിനക്കത് അപകടം ചെയ്യും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ കയ്യിനെ ശുദ്ധിയാക്കണം തുടങ്ങിയ ഭക്ഷണത്തിനോട് ബന്ധപ്പെട്ടതായ ആരോഗ്യത്തിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് വിശുദ്ധമാവുന്ന ശരീഅത്ത് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ ശരീരത്തിലേക്ക് എങ്ങനെയൊക്കെ വൃത്തിയാക്കണം, നിൻ്റെ ശരീരത്തിൽ എന്തെല്ലാം വൃത്തികേടുകൾ ഉണ്ടാകുമ്പോൾ നീ എപ്പോഴൊക്കെയാണ് കുളിക്കേണ്ടത്, നീ എപ്പോഴൊക്കെയാണ് നിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് നീ ശുദ്ധീകരിക്കേണ്ടത്, അത് ശുദ്ധീകരിക്കേണ്ട സ്വഭാവം എങ്ങനെ ആവണം, എങ്ങനെയെങ്കിലും ശുദ്ധീകരിച്ചാൽ പോരാ, അത് ശുദ്ധീകരിക്കാനുള്ളതായ പ്രത്യേകമാവുന്ന ഒരു തിയറി അത് ഇസ്ലാം നിശ്ചയിച്ചു വന്നു. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന, അവൻ്റെ ജനനം മുതൽ മരണം വരെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ സ്വീകരിക്കേണ്ടതായ നിലപാടുകൾ, അവൻ സ്വീകരിക്കേണ്ടതായ രീതികളും വിശുദ്ധമായ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു. പക്ഷേ ആ പഠിപ്പിക്കപ്പെട്ടത് അതിൻ്റെ യാഥാർത്ഥ്യ രൂപത്തിൽ അത് നമുക്ക് അത് ലഭിക്കപ്പെടണം. അത് ലഭിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ രേഖകൾ, മഹാന്മാരാവുന്നതായ ഓരോ വ്യക്തികളും നമ്മളെ മുൻഗാമികൾ, അവർ പ്രവാചകനിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആൾ അയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അങ്ങനെ ഉദാഹരണമായിട്ട് ഇമാം ബുഖാരി തങ്ങളെ കൊള്ളയോ ഇമാം മുസ്ലിമിനെ കൊള്ളയോ അല്ലെങ്കിൽ മറ്റുള്ളതായ മുഹദ്ദിസീങ്ങളെ കൊള്ള എത്തുന്ന ആ പരമ്പര നമ്മൾ പരിശോധിക്കും. ആ പരമ്പര പരിശോധിച്ചിട്ടാണ് അവരിൽ നിന്നിട്ട് ആ ഹദീസുകൾ, ആ നബിവചനം അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആരിൽ നിന്നാണോ ഈ നബിവചനം അവർക്ക് ലഭിക്കപ്പെട്ടത്, ആ ലഭിക്കപ്പെട്ട ആളെ പറ്റി അവർ പഠനം നടത്തും. എങ്ങനെ പഠനം എന്നറിയോ? ചില്ലറ പഠനമൊന്നുമല്ല. അയാളുടെ ജീവിതം, അയാൾ പ്രസവിക്കപ്പെട്ടോളം മുതൽ മരണം വരെയുള്ള അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടോ, അയാളുടെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു, അയാളോട് ബന്ധപ്പെട്ട അയാളെ മുതൽ പരിശോധിച്ച് നോക്കിയാൽ ആ മുതലിൽ വല്ല ഹറാമായ മുതലുകളുണ്ടോ, അയാൾ വല്ല കളവും പറയലുണ്ടോ, ഇങ്ങനെ ഇതെല്ലാം പരിശോധിച്ച് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അയാൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, അത് ഒരാൾ നൽകിയാൽ പോരാ, പല ആളുകളും അയാളെ ജീവിതത്തിലെ പരിശോധിച്ച് ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങളെ പരിശോധിച്ച് അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. അങ്ങനത്തെ ആളുകളാണെങ്കിൽ അയാളെ റിപ്പോർട്ട് വരെ സ്വീകരിക്കപ്പെടുള്ളൂ. ആ നിലക്ക് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതായ ഈ ആശയങ്ങൾ, ഈ ആദർശങ്ങൾ, അതാണ് ഈ കർമ്മത്തിൻ്റെ അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, അതൊക്കെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ദീൻ. ആ യഥാർത്ഥ ദീനിന് പിന്നെ ഇവിടെ ചെറിയ നിലക്ക് അല്ലെങ്കിൽ വലിയ നിലക്ക് അതിലേക്ക് ചില പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചപ്പോൾ അവരെതിൽ ആ പരിവർത്തനങ്ങൾ ശരിയല്ല, പറയപ്പെടുന്ന ആ അഖീദകൾ, ആ വിശ്വാസങ്ങൾ, ആ കർമ്മങ്ങൾ, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും
വ്യക്തമായ നിലക്ക് രേഖപ്പെടുത്തപ്പെട്ടതായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതല്ല. അത് അതിൽ പല നിലക്കുള്ളതായ തകരാറുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരാവുന്ന അഹിമ്മത്ത് മനസ്സിലാക്കിയപ്പോൾ അവർ അതിനെ സംരക്ഷിക്കപ്പെടാൻ മുൻകഴിഞ്ഞ അഹിമ്മത്ത് ചെയ്തതുപോലെ ഒരു വ്യക്തിയെ കൊണ്ടത് സാധ്യമാവില്ല. അത് ഈ കാലഘട്ടത്തിലെ ഒരു സംഘടിതമാവുന്ന പ്രവർത്തനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ഇതൊരു മതസംഘടനയാണ്. മതസംഘടന അവരോടുകൂടെ തന്നെ രാജ്യത്തിൻ്റെ എല്ലാവിധ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിന് ആവശ്യമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിട്ട് അവരെ വിദ്യാഭ്യാസപരമായിട്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകണം. അത് മതവിദ്യാഭ്യാസം മാത്രം പോരാ, ഭൗതികമായ വിദ്യാഭ്യാസവും അവർക്ക് നൽകണം. അപ്പോൾ ഒരു മനുഷ്യനോട് ബാധിക്കുന്നതായ അവനെ ഒരു യഥാർത്ഥ ഒരു പൗരനായി കൊണ്ട് മാറ്റാൻ ആവശ്യമാവുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട്, അതാണ് ഇസ്ലാമിൻ്റെ തിയറി, അങ്ങനെയുള്ളൂ. അതിവിടെ അവതരിപ്പിച്ച് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ആ നിലക്ക് വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത്, ആ ശരീഅത്തിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഇവിടെ രൂപീകരിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതിൻ്റെ 100 വർഷത്തെ ചരിത്രങ്ങൾക്കൊക്കെ അറിയാം. ഏതെങ്കിലും നിലക്കുള്ളതായ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഈ സംഘടന ഒരു വർഗീയത ഇവിടെ വളർത്തുന്ന ഒരു സംഘടനയാണെന്നുള്ള ഒരു ആക്ഷേപവും ഈ സംഘടനയെ പറ്റി ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സംഘടനയാണെങ്കിൽ ഇവരെ പോലത്തവർ ഇവിടെ വന്നിരിക്കില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഒരു തീവ്രവാദ സംഘടനയാണെന്ന് നോക്കുക. എന്നാൽ രമേശ് ചെന്നിത്തല ഇവിടെ വരുമോ, മന്ത്രി ചെറിയ ഇവിടെ വരുമോ? അവരൊന്നും വരില്ല. അപ്പോൾ ഈ സംഘടനയെ സംബന്ധിച്ച് അവർക്കറിയാം ഇതൊരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു തീവ്രതയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള വിദ്വേഷം ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പൗരന്മാരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അവരെ ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടും ഭൗതികമായും ഒക്കെ ഉയർത്താൻ ആവശ്യമാവുന്ന നിർദ്ദേശങ്ങളും മറ്റും അത് നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന്. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയതായ ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം ആദ്യമായി പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം. നിങ്ങൾക്ക് മതപരമായ നിലക്കുള്ള ആ ദർശനം നൽകുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ ആഖിറം രക്ഷപ്പെടലാണ് നമ്മളൊക്കെ ലക്ഷ്യം. അപ്പോൾ ആ നിലയ്ക്ക് ഈ സംഘടനയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കാം, ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ വരുന്ന 100-ാം വാർഷികം 2026 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ്. ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള വിദേശ പ്രമുഖരാകുന്ന പണ്ഡിതന്മാരും മറ്റ് പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സംഘടനയാണ്, ഒരു സമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും അതിനൊരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് ആലപ്പുഴ ജില്ലക്കാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനമാണ് 100-ാം വാർഷികത്തിൻ്റെ സന്ദേശയാത്ര ഈ നിലയ്ക്ക് വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചത്. അതിന് ഈ ജില്ലയുടെ സമസ്തൻ്റെ പോഷക സംഘടനകൾ, എല്ലാ പോഷക സംഘടനകൾക്കും ഈ ജില്ലയിലുള്ള പ്രമുഖരാകുന്നതായ ആളുകൾ, ഇതിനോട് സഹകരിച്ചവർ, മറ്റുള്ളതായ സാധാരണ പ്രവർത്തകർ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുകയാണ്.